എന്റെ അമ്മേ, ഈ വീട്ടിലോട്ട് പോരുന്ന കാര്യം പറയുമ്പോ തന്നെ അമ്മായിയമ്മയുടെ മുഖം ദേ ഇത്രക്ക് കനയ്ക്കും. നാളെ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ അമ്മായിയമ്മയുടെ പ്രകടനം ഓർത്തിട്ടാണ് എനിക്ക്. എന്തുണ്ടാകാൻ? നീ അവരോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഞാനല്ല ഇങ്ങോട്ട് വരുന്നവരെ അവതരിപ്പിച്ചത് ചേട്ടനാണ്. ആരാണെങ്കിലും പറഞ്ഞാ പോരെ. എടി മോളെ, നീ നാളെ പോകുമ്പോഴേ തൊടിയിലുണ്ടായ 2 കപ്പങ്ങ ഉണ്ട്, അതും കൂടി കൊണ്ടുപോയിക്കോട്ടാ. കപ്പങ്ങയിലൊന്നും അവർ വീഴൂന്ന് തോന്നണില്ല അമ്മേ. അവരെ വീഴ്ത്താനൊന്നുമല്ല കപ്പങ്ങ തന്നോടുന്നത്, കൊച്ചിനത് ഇഷ്ടമല്ല അതാ. ഷോ, എത്ര പെട്ടെന്നാണ് 4 ദിവസം പോയത്. നീ എന്തായാലും പോയിട്ട് അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരില്ലേ? മാമൻ്റെ മോളുടെ കല്യാണം അല്ലേ, അതിന് വരാതിരിക്കണം എങ്ങനെയാ? അതിനൊക്കെ വരണമെന്നുണ്ട്, പക്ഷെ അടുത്ത ആഴ്ചത്തെ കാര്യം അവിടെ എങ്ങനെ അവതരിപ്പിക്കാന്ന് ഓർത്തിട്ടാ എനിക്ക്. സ്വന്തം മാമൻ്റെ മോളുടെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ പിന്നെ അതെങ്ങനെയടി? നീ അത് പറഞ്ഞ് സൂരജിന് മനസ്സിലാക്കി കൊടുക്ക്. എൻ്റെ പൊന്നമ്മേ, സൂരജേട്ടന് അത് മനസ്സിലാവും, പക്ഷെ അവിടുത്തെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവണ്ടേ? അത് പറഞ്ഞ അവർക്ക് മനസ്സിലാവൂലടി. സ്വന്തം മാമൻ്റെ മോളുടെ കല്യാണത്തിന് പോവാതിരിക്കണം എങ്ങനെയാണ്? എന്തായാലും 2 ദിവസം മുന്നേ ഒന്നും വരലൊന്നും നടക്കൂല അമ്മേ. ഞാൻ തലേ ദിവസം വൈകിട്ടാവും ഇങ്ങോട്ട് എത്താം. 2 ദിവസം മുന്നേ അവിടെ പോയി നമ്മൾ നിൽക്കണ്ടാണ്, അപ്പോഴാണ് അവളുടെ തലേ ദിവസം. നീ ഓർക്കണില്ലേ, നിന്റെ കല്യാണത്തിന് 4 ദിവസം മുന്നാണ് മാമനും മാമിയും മോളും ഒക്കെ വന്ന് ഇവിടെ നിന്നത്. അത് നീ മറന്നാ? എന്റെ പൊന്നമ്മയെ മറന്നിട്ടല്ല, ഞാൻ എന്റെ സ്വന്തം വീട്ടിലോട്ട് പോണെന്ന് പറയുമ്പോ അവിടെ തമ്മടെ മുഖം ഒന്ന് കാണണം. ഞാനെന്തോ അവരുടെ 5 പവൻ അടിച്ചു മാറ്റിയിട്ട് വീട്ടിൽ പോണ പോലെ. നീ അത് സൂരജിനെ കൊണ്ട് പറയിപ്പിച്ച് അവരുടെ തള്ളനെ മനസ്സിലാക്കിപ്പിച്ചാ മതി. ഞാൻ പറഞ്ഞു നോക്കാം. പാവം സൂരജേട്ടൻ എന്റെയും വീട്ടുകാരുടെ ഇടയിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതും കൂടി നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്ക്. പിന്നെ അടുത്തൊന്നും കല്യാണമോ പെരതാമസമോ ഒന്നും ഇല്ലല്ല. അപ്പം നിനക്ക് 3-4 മാസം അടുപ്പിച്ച് അവിടെ നിൽക്കാം, ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനെന്തായാലും നീ വരണം. 2 തലേ ദിവസം ഒന്നും വന്നാ പോരാ, 2-3 ദിവസം മുന്നെങ്കിൽ നമുക്ക് അവിടെ എത്തണം. നോക്കട്ടെ. അല്ലമ്മേ, ഇവിടെ ചേട്ടത്തി എന്ന് വരും? ഓ, അവളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം രാവിലെ വന്ന് എന്നോട് പറയുന്നത്, അമ്മേ ഉച്ച കഴിയുമ്പോ ഞാൻ വീട്ടിലോട്ട് പോകൂട്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ പോണ്ട ആവശ്യം ഉണ്ടാന്ന് വെച്ചപ്പോ, എന്റെ വീട്ടിലോട്ട് പോണത് ഞാൻ വല്ലവരോടൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടാ? ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞെങ്കിൽ ചെയ്തത്. ഞാൻ പിന്നെ ഒന്നും മിണ്ടാന്നില്ല. അപ്പൊ തന്നെ ദേ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അച്ഛൻ വണ്ടിയായിട്ട് വന്നു. വേഗം അവള് പോട്ടാന്ന് പറഞ്ഞാൽ കയറിപ്പോയി. വൈകിട്ട് അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചേടാ, ഇങ്ങനെ എപ്പോഴെപ്പോഴും കുടുംബത്ത് പോയി നിൽക്കണ ശരിയാണാടാന്ന് ചോദിക്കലും അവൻ അങ്ങോട്ട് കടിച്ചു കീറി എന്റെ മേത്തോട്ട് വരികയാണ്. അമ്മക്ക് എന്താണ്, അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നേലും വീട്ടിലൊന്ന് പോയി നിൽക്കട്ടെ, അമ്മക്ക് എന്താണ്, അമ്മക്ക് എന്താ സുഖം, അമ്മായിയമ്മ തനി അമ്മായിയമ്മമാരുടെ സ്വഭാവം എടുക്കേണ എന്നൊക്കെ ചോദിച്ച് എന്നെ കൊന്നില്ലെന്നുള്ളവൻ. ഇപ്പൊ അവന് ആള് മാറിപ്പോയി മോളെ, പണ്ടത്തെ പോലെ ഒന്നല്ല. ഓ എന്റെ അമ്മ, എന്തൊരു സ്നേഹമായിട്ട് എന്റെ കൂടെ നടന്നിരുന്ന ചെക്കനാണ്. എന്റെ ഈ മൂട്ടിന്ന് മാറൂലായിരുന്നു അവൻ. പെണ്ണ് കിട്ടിയപ്പോ അവന് വേറെ ആളായി. പാപ്പെണ്ണ് പറയണാണ് വേദവാക്യം. എപ്പോഴും അവളുടെ വീട്ടിലോട്ട് പോക്ക്. ഇവനും വൈകുന്നേരം അങ്ങോട്ട് തുള്ളിത്തെറിച്ച് അങ്ങോട്ട് പോണാളാ. എന്താണെന്ന് അറിഞ്ഞൂടാ. അന്ന് ഇവിടെ അമ്മ ഒറ്റക്കുള്ളൂ, ഇവിടെ നിക്കണം എന്നൊരു ചിന്ത അതവനില്ല. എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കൊന്നുമില്ല, എന്തെങ്കിലും കാണിക്കട്ടെ, പോവേ വരെ എന്തേലും ആവട്ടെ, അത് തന്നെ. ബെസ്റ്റ്. അമ്പോ, ആരാണ് വന്നത്? അച്ചാമ്മയുടെ പൊന്നിനെ കണ്ടിട്ട് എത്ര ദിവസായി? ചെല്ല്. എന്റെ പൊന്നും കൂടമേ, എത്ര ദിവസായി കൊച്ചിനെ കണ്ടിട്ട്. ക്ഷീണിച്ച അവശതയായി പോയല്ല. കൊച്ചിന് തിന്നാനൊന്നും കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? ഷോ, അയ്യോ, കണ്ണൊക്കെ വല്ലാതെ കുഞ്ഞി കണ്ണായി പോയല്ല. ചെന്ന ഉടനെ തന്നെ കൊച്ചിന് ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. യോ, എന്റെ കൊച്ചിന്റെ കുഞ്ഞി കണ്ണായല്ല. ഷോ, നമ്മുടെ പൊന്നേ. എന്റെ പൊന്നും കൂടത്തിനെ എല്ലും തോലും ആക്കാനാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോയത്. അച്ചാമ്മനെ നോക്ക് പൊന്നാ. അച്ചാമ്മയുടെ മോൻ താഴോട്ട് ഇറങ്ങ്. അങ്ങോട്ട് ചെല്ലട്ടാ, ഭയങ്കര കാല് വേണേണ് അച്ചാമ്മക്ക്.
യോ പറയണ കേട്ടാ തോന്നും ഇവിടെ നിന്ന് പോയപ്പോ തടിച്ച് വീപ്പക്കുറ്റി പോലെയാണ് പോയെന്ന്. എന്റെ തമ്പുരാനെ, എന്റെ വീട്ടിൽ പോയി വന്ന എന്നും എന്തേലൊക്കെ കുറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ വെച്ചാണെങ്കിൽ കൊച്ചിനെ കണ്ണുകൊണ്ട് പോലും നോക്കാത്ത തള്ളേണ് ഈ പറയണേന്ന് ഓർക്കണേ. അമ്മേ, റൂമിലെ ഒരു കവർ ഇരിക്കണുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നാ? ഏ ഓ, അവിടെ ഉണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, അച്ഛൻ എന്തിയമ്മേ? ഓ, 2 ദിവസം ആക്ഷൻ കളി കാണണം. ഓ ഓ എത്തിയിട്ടുണ്ട്. അവനൊന്നും പറയൂലല്ല. അപ്പൊ പിന്നെ എളിതരായി അങ്ങട്. എപ്പോ എവിടെ പോണെന്നൊന്നും നമ്മളോടൊന്നും പറയണമെന്നില്ല. ഇപ്പൊ എത്ര ദിവസമായി വീട്ടിലോട്ടെന്ന് പറഞ്ഞ് പോയിട്ട്. ഇവിടെ ഞാനുണ്ട്, അച്ഛനുണ്ട്, രോഗികളാണ്. അന്നാ അവരെ നോക്കാനല്ലേ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിച്ചത്. പിന്നെ ഞാൻ പാവായതുകൊണ്ട് പിന്നെ ഒന്നും പറയണില്ല. കൊച്ചാണെങ്കിൽ ആകെ ക്ഷീണിച്ച് കോലം കെട്ടുപോയി. അവിടെ ചെന്നിട്ട് തിന്നാനൊന്നും കൊടുക്കണുണ്ടാവൂല. അതിനെ ഇവിടെ ഇരുന്നപ്പോ നല്ല തക്കുട് പോലെ ഇരുന്ന കൊച്ചാണ്. അതിന്റെ ഇപ്പുറത്തെ കോലം നീ ഒന്ന് കാണണോടി ശാരദേ. ഓ, സഹിക്കൂല. ഉയ്യോ, ഓ. കാക്ക നോക്ക്, കാക്ക നോക്കിയേ. മരുമോളെത്തിയല്ലേ? ആ, എത്തി. ഇന്ന് ഉച്ചയായപ്പോ എത്തി. ആ തുണി വിരിക്കണത് കണ്ടായിരുന്നു. വന്ന പാടെ എന്നെ കൊറേ അലക്കിയിടുന്നുണ്ടായിരുന്നു. അവിടെ നനയും കുളിയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നണ്. ഇനി എന്നാന്നാവ അടുത്ത പോക്ക്? ആ പൊന്നാ. ഓ, നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കാണ് ഞാൻ വീട്ടിൽ പോയ കാര്യം. ഇവിടെ ഇരുന്നല്ല. അമ്മേ, അക്കടിക്കിന്റെ പാത്രം എന്തിയേ? അവിടെ ഉണ്ടാവുമല്ല. അല്ല, ഇവിടെ കാണുന്നില്ല കേട്ടാ. ഒന്ന് വീട്ടിൽ പോയി വന്നപ്പോഴേക്കും പാത്രങ്ങളൊക്കെ മറന്ന. ആ ബോൺബീറ്റയുടെ പാത്രത്തിലുണ്ട് കടുക്. ഓ, ആ, ഇതാണല്ലേ. കുറച്ചു ദിവസമായില്ലേ ആ ചിരട്ടയൊക്കെ എടുക്കണ ചേച്ചി വന്നിട്ട്. ആ ചിരട്ടയൊക്കെ അവിടെ വിധാനിച്ചിട്ടേക്കണുണ്ട്. ഞാൻ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ, ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. അവര് മരിച്ചു പോയിട്ടാ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്തു പറ്റിയതാണ്? അറ്റാക്ക് എങ്ങാണ്ടായിരുന്നു കേട്ടത്. എന്നിട്ട് എന്താണ് അമ്മ എന്നോട് പറയാഞ്ഞത്? ആ, നീ അന്നേരം നിന്റെ വീട്ടിൽ പോയേക്കായിരുന്നില്ലേ? എന്നാലും ഒന്ന് ഫോൺ വിളിക്കുമെങ്കിലും ഒന്ന് പറയായിരുന്നു. ഓ, ഞാനത് ഓർത്തില്ല. സുഖവാസത്തിന് വീട്ടിൽ പോയതല്ലേ. ഇനി ആ സുഖത്തിന് ഒരു കുറവ് വരണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ വിളിച്ചു പറയാതിരുന്നത്. പൊന്നാ. അപ്പൊ 18-ാം തീയതി കല്യാണത്തിന് എല്ലാരും വരൂലേ? ഞാൻ എന്തായാലും വരും. ഇവളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടട്ടാ. ചിലപ്പോ അന്നേരം ഇവക്ക് വീട്ടിൽ പോകേണ്ട വരും. വീട്ടിൽ പോയാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇവളിങ്ങോട്ട് വരുള്ളൂ. പൊന്നാ. ഇല്ലില്ല, അടുത്തൊന്നും ഞാൻ വീട്ടിൽ പോണില്ല. ഞാൻ എന്തായാലും കല്യാണത്തിന് വരാം ആന്റി. ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് നോക്കിയൊക്കെ ഇവള് പറയും വരാന്നൊക്ക. എന്നിട്ട് കല്യാണത്തിന്റെ തലേദിവസം അങ്ങോട്ട് പൂങ്ങിക്കളയും വീട്ടിലോട്ട്. ഞാൻ പറഞ്ഞതേ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണ് ഇതിന്റെ തള്ളക്കേ. ഞാൻ ഉള്ള കാര്യം ഉള്ളത് മുഖത്ത് നോക്കി അങ്ങോട്ട് പറയും. അത് ഇഷ്ടപ്പെടൂല. അപ്പോ പൊന്നാ. എന്ത് പറയാനാണ് ചേട്ടാ, എന്റെ വീട്ടിൽ പോയി വന്നാ പിന്നെ 2 ദിവസത്തേക്ക് മിണ്ടൂല. ഇപ്രാവശ്യം പിന്നെ 1 ദിവസമായിട്ട് കുറഞ്ഞിട്ടെങ്കിലും ഉണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും അവസാനിക്കുന്നത് എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞാണ്.
അത് വിട്ടേക്ക്. അമ്മ പറയുന്നൊന്നും കേക്കാത്തോലിരുന്നാ മതി. അവര് വയസ്സായവരല്ലേടി, എന്തേലും പറയട്ടെ അവര്, നീ അത് വിട്. എനിക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലായിട്ടൊന്നല്ല, പിന്നെ ഞാൻ വേണ്ടാന്ന് നോക്കുന്നതാണ്. എനിക്കും അവസരം കിട്ടും. അത്രേ ഉള്ളു, അങ്ങനെ വിചാരിച്ചാ മതി. മോളെ വീടല്ലേ, അവിടെ ഇരിക്കും. അമ്മേ മോളെ മാളൂട്ടി നീയാ? വാ വാ ഇരിക്കി. എത്ര നാളായി മോളെ നീ ഇങ്ങോട്ട് വന്നിട്ട്? ഈ അച്ഛനമ്മനെ ഒന്നും നിനക്ക് കാണണ്ടേ? എന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹമില്ലാണ്ടാണോ ഇവിടെ വരണമെന്നും നിങ്ങളെയൊക്കെ കാണണമെന്നും 2 ദിവസം ഇവിടെ ഒക്കെ നിക്കണമെന്നും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്നേ. എന്നാ പിന്നെ നിനക്ക് ഇങ്ങോട്ട് പോന്നൂടേടി? അതെങ്ങനെയാണ്? എന്റെ അമ്മയമ്മ ഇങ്ങോട്ട് വിടണ്ടേ? ഇനിയിപ്പോ വിട്ടാ തന്നെ 2 ദിവസം ഇവിടെ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കാട്ടാത്തല് കുത്തിയ പോലെ ഉണ്ടാവും അവരുടെ മുഖം. പിന്നെ ഒരാഴ്ചത്തേക്ക് എന്നോട് മിണ്ടൂല. അവരൊരു സാധനം തന്നെ. എന്റെ അമ്മേ, സ്വന്തം മരുമോള് സ്വന്തം വീട്ടിലോട്ട് പോണേന് അവർക്ക് എന്താണ് ഇത്ര ക്രിമികടി? അത് ചില തള്ളമാരങ്ങനെയാണ് അമ്മേ. മരുമക്കള് പോയി അവരെ സ്വന്തം വീട്ടിൽ നിന്നാലേ അമ്മായിമ്മക്ക് ക്രിമിയടി തുടങ്ങും. അതെ ചേച്ചി, കഴിഞ്ഞാണ് ഇവിടെ വന്ന് 2 ദിവസം നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പ പുള്ളിക്കാരി മിണ്ടണില്ല. എന്തു പറ്റിയാണെന്ന് ചോദിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടണില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ടാ എന്നോട് മിണ്ടിയത്. പക്ഷെ എന്റെ ദൈവമേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ എന്നിങ്ങനെ നോക്കും, അല്ലാതെ മിണ്ടൂല. പിന്നെ എന്ത് പറഞ്ഞാലും കുത്തി കുത്തി നമ്മുടെ വീട്ടിൽ പോയ കാര്യം പറയൂലേ? അതെ അതെ, കറക്റ്റാ. പിന്നെ നാട്ടുകാരോട് മുഴുവൻ പറയും നമ്മൾ വീട്ടിലൊന്ന് പോയ കാര്യം. അയ്യോ കറക്റ്റ്. തിരിച്ച് നമ്മൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയാ പിന്നില്ലേ നമുക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. എന്തെടുത്താലും പ്രശ്നം, എന്തെടുത്തില്ലേലും പ്രശ്നം. എന്റെ ചേച്ചി ഒരു സംഭവം തന്നെ. എങ്ങനെ എന്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നു? അമ്മേ, ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നടക്കണത്. എല്ലായിടത്തും ഇത് തന്നെ എടി നടക്കണത്. നീ അപ്പോ ടൗണിൽ വന്നാണാ? ടൗണിൽ ഒരു സാധനം മേടിക്കാൻ വന്നാണ്. അപ്പൊ ഇങ്ങോട്ടൊന്ന് വെറുതെ കേറിയതാണ്. ഇനിയും വൈകി കഴിഞ്ഞാ തള്ള ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കും. എന്തായാലും വന്നതല്ലേ മോളെ, ഊണ് കഴിച്ചിട്ട് പോകാടി. അയ്യോ, ഇപ്പൊ പറയാണ്ട് വന്നാണ്. ഞാൻ ഇല്ല ഊണൊന്നും കഴിക്കാനായിട്ട്. എങ്ങാനും ഞാൻ വൈകി കഴിഞ്ഞാൽ അപ്പ മോനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ മോനാണെങ്കി അമ്മ മോനാണല്ല, അമ്മ പറയുന്നല്ലേ വിശ്വസിക്കൂ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ, പിന്നെ വരാം. ഇനി എന്നാ മാളൂട്ടി ഇങ്ങോട്ട്? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാ ചേട്ടത്തി. തള്ള ചാവാണ്ട് എനിക്ക് സമാധാനത്തോടെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല. തള്ളക്കാണെങ്കിൽ ഒടുക്കത്തെ ആരോഗ്യമാണ്, എന്നേക്കാൾ ആരോഗ്യം. അടുത്തൊന്നും പോകൂല. പോട്ടേട്ടാ. പാവം, എന്റെ സെയിം അവസ്ഥ തന്നെയാണ് അവളുടെയും, അല്ലേ അമ്മേ? ഇത്ര പെട്ടെന്ന് ഇത് പറയാൻ അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ദൈവത്തിന് നന്ദി, അല്ല നാത്തുവിന് നന്ദി.